നമസ്കാരം. ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഷോമാൻ എന്ന് ഡൊണാൾഡ് ട്രംപിനെ പറയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും ലോകത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത്. എന്നാൽ അടുത്തിടെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾ ട്രംപിന് ഒരു കൈപ്പേറിയ അനുഭവമാണ് സമ്മാനിച്ചത്. ജനങ്ങളുടെ ക്ഷമയ്ക്ക് അതിരുണ്ട് എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അതൊക്കെ. ട്രംപ് വിശ്വസിച്ച അടിത്തറ ഇളകിയ നിമിഷങ്ങളായിരുന്നു അത്. ന്യൂയോർക്ക് സിറ്റി, വിർജീനിയ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഡെമോക്രാറ്റുകൾക്ക് മാത്രമല്ല, ട്രംപിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് ലഭിച്ച ശക്തമായ റെഡ് കാർഡായിരുന്നു. ഇത് ട്രംപിന്റെ നയങ്ങളെയും തീരുമാനങ്ങളെയും അമേരിക്കൻ ജനത ചോദ്യം ചെയ്തതിന്റെ ആദ്യ സൂചനയാണ്. അദ്ദേഹത്തിന്റെ മനുഷ്യത്വ വിരുദ്ധ നയങ്ങളിൽ ജനങ്ങൾ അസംതൃപ്തരാണെന്ന് മനസ്സിലാക്കിയ ട്രംപ് പണി പാളി എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ തിരിച്ചടി 2026 ഇടക്കാല തെരഞ്ഞെടുപ്പുകളിലും 2028 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ജനങ്ങളെ അകറ്റിയെന്ന തിരിച്ചറിവിൽ ട്രംപ് പുതിയൊരു അടവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഓരോ അമേരിക്കൻ പൗരനും കുറഞ്ഞത് $2000 ലാഭവിഹിതം നൽകുമെന്നാണ് പ്രഖ്യാപനം. ഉയർന്ന വരുമാനക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ വാഗ്ദാനം ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള അടിയന്തര നീക്കമായി വിലയിരുത്താവുന്നതാണ്. അദ്ദേഹത്തിന്റെ നയങ്ങൾ ജനങ്ങളെ വെറുപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ഉടനെ വന്ന ഈ ധനസഹായ വാഗ്ദാനം ട്രംപിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ വിപണന മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, അത് ലോകത്താകമാനം മാറ്റങ്ങൾ ഉണ്ടാക്കി. അമേരിക്ക ഫസ്റ്റ് എന്ന നയം അന്താരാഷ്ട്ര ബന്ധങ്ങളെ തകർത്തെറിഞ്ഞു. പാരീസ് ഉടമ്പടിയിൽ നിന്നുള്ള പിന്മാറ്റം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായി ബന്ധം വിച്ഛേദിച്ചത് എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമില്ലാത്ത സമീപനങ്ങളായിരുന്നു. ഒന്നാലോചിച്ചു നോക്കിയാൽ ട്രംപിന്റെ നയങ്ങളും ഉപരോധങ്ങളും എല്ലാം ഒരു വെറുപ്പിക്കൽ തന്നെയാണ്. പ്രസിഡന്റായി അധികാരത്തിലേറിയ അന്നു മുതൽ ട്രംപ് ലോകത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ട്രംപിന്റെ താരിഫ് കുടിയേറ്റ നയങ്ങളെല്ലാം തന്നെ ലോകത്തെ വലിയ രീതിയിലാണ് ബാധിച്ചത്. ലോകത്തിന്റെ തന്നെ രാഷ്ട്രീയഗതിയെ മാറ്റിമറിച്ച ഒരു ഭരണാധികാരിയാണ് ട്രംപ്. അദ്ദേഹം അധികാരത്തിൽ വന്ന നിമിഷം മുതൽ ലോകമെമ്പാടും അതിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടായി. ഇത് വെറുമൊരു രാഷ്ട്രീയപരമായ മാറ്റം മാത്രമായിരുന്നില്ല, മറിച്ച് സാമൂഹികവും സാംസ്കാരികവും പാരിസ്ഥിതികവുമായ മേഖലകളിൽ ആഴത്തിലുള്ള ദൃഢമായ മുറിവുകളാണ് ഇതെല്ലാം ഏൽപ്പിച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയതടക്കം ലോകാരോഗ്യ സംഘടനയുമായുള്ള ബന്ധം വിച്ഛേദിച്ചതെല്ലാം ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ഈ നടപടികൾ അമേരിക്കയുടെ ആഗോള നേതൃത്വത്തെ ദുർബലപ്പെടുത്തുകയും കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള നിർണായക വിഷയങ്ങളിൽ ലോകരാജ്യങ്ങളുടെ കൂട്ടായ ശ്രമങ്ങളെ തകർക്കുകയും ഒക്കെ ചെയ്തു. സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തതിലൂടെ ട്രംപ് അന്താരാഷ്ട്ര സഹകരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം ചോദ്യം ചെയ്തു. ലോകസമാധാനത്തിന് വേണ്ടി നിലകൊണ്ട ദീർഘകാല സഖ്യങ്ങളെ അദ്ദേഹം തകർത്ത് തരിപ്പണമാക്കി. അദ്ദേഹത്തിന്റെ ഭരണകൂടം വ്യാപാരമായ സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് അത്യാവശ്യമായ H-1B വിസകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് സാങ്കേതിക മേഖലയിൽ ഇന്ത്യക്കാർക്ക് വലിയ തിരിച്ചടിയായി. നാറ്റോ സഖ്യത്തിലെ യൂറോപ്യൻ പങ്കാളികളോട് അദ്ദേഹം സൗഹൃദമല്ലാതെ പെരുമാറി. ഇത് അമേരിക്കൻ നേതൃത്വത്തിലുള്ള സുരക്ഷാ വലയങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. സൗദി അറേബ്യയുമായുള്ള അടുത്ത ബന്ധം പ്രഖ്യാപിച്ചപ്പോൾ പോലും പരമ്പരാഗത മധ്യപൂർവേഷ്യൻ നയങ്ങളിൽ അദ്ദേഹം വലിയ മാറ്റങ്ങൾ വരുത്തി. അമേരിക്ക ചൈന വ്യാപാര യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഇത് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും ആഗോള വിതരണ ശൃംഖലകളെയൊക്കെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്തു. നിയമപരമായ കുടിയേറ്റത്തെ പോലും കരിനിയമങ്ങൾ ഉപയോഗിച്ച് തടഞ്ഞതിലൂടെ അമേരിക്കയുടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന നാട് എന്ന പാരമ്പര്യം ചോദ്യം ചെയ്യപ്പെട്ടു. ചുരുക്കത്തിൽ ട്രംപിന്റെ ഭരണത്തിന് ശേഷമുള്ള ലോകം കൂടുതൽ ഭിന്നിച്ചതും അസ്ഥിരവുമായ ഒന്നായി മാറി. ജനാധിപത്യ സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുകയും ഭിന്നതകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിലൂടെ ട്രംപ് അവശേഷിപ്പിച്ചു പോയ മുറിവുകൾ ഇന്നും അമേരിക്കൻ സമൂഹത്തിൽ കത്തുന്നുണ്ട്. ഈ മുറിവുകളാണ് അടുത്ത കാലത്ത് ട്രംപ് നേരിട്ട തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്കൊക്കെ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഈ പാഠങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജനാധിപത്യം ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടുപോലും തകരാൻ സാധ്യതയുള്ള ഒന്നാണെന്നാണ്. ഈ മുറിവുകൾ ഉണക്കാനുള്ള ദൗത്യം എളുപ്പമുള്ളതല്ല. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെയും ആഗോള ഐക്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ വൈവിധ്യവും പുരോഗമന ചിന്താഗതിയും ചേർന്നുള്ള ഒരു പുതിയ രാഷ്ട്രീയ പ്രവാഹം ഉയർന്നു വരുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ പാഠം. ന്യൂയോർക്ക് മുതൽ വിർജീനിയ വരെയുള്ള കനത്ത തിരിച്ചടികൾ തന്റെ ഏകപക്ഷീയവും വിഭജനപരവുമായ നയങ്ങളിലുള്ള ജനങ്ങളുടെ അസംതൃപ്തി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ $2000 ലാഭവിഹിത വാഗ്ദാനവുമായി രംഗത്ത് വന്നത് ജനങ്ങളുടെ വികാരം തനിക്കെതിരാണെന്ന് മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പണം ഉപയോഗിച്ചുള്ള തന്ത്രപരമായ തിരുത്തൽ മാത്രമാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം ട്രംപിനെ ജനങ്ങൾ ഇനി എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.